കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നവീകരണ പദ്ധതിയുടെ കരാർ ഖറാഫി നാഷണൽ കമ്പനിക്ക് ലഭിച്ചു. ഇന്നലെ നടന്ന ലേലത്തിൽ 386 ദശലക്ഷം ദിനാറിനാണ് ഖറാഫി കമ്പനി ടെൻഡർ വിളിച്ചെടുത്തത്. ടെൻഡർ പ്രകാരം 30 ഗേറ്റുകളുള്ള പുതിയ ടെർമിനൽ, റൺവേ എന്നിവ 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണം. നിലവിൽ വർഷത്തിൽ 7 ദശലക്ഷം യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് കുവൈത്ത് വിമാനത്താവളത്തിനുള്ളത്. ആദ്യഘട്ടത്തിൽ ഇത് 13 ദശലക്ഷമാക്കി ഉയർത്താനാണ് പദ്ധതി. 2025 ആകുമ്പോഴേക്ക് 25 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് വികസിപ്പിക്കുന്നതാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം. ഖറാഫി നാഷണലിനെ കൂടാതെ അൽമാസിയ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി, കോബ്രി കൺസ്ട്രക്ഷൻ കമ്പനി, അസ്ലാൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി എന്നിവയാണ് പദ്ധതിക്ക് വേണ്ടി പൊതുമരാമത്ത് മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചത്. പൊതുമരാമത്ത് മന്ത്രാലയത്തിൽ നിന്നുള്ള അന്തിമ അംഗീകാരം ലഭിച്ചാൽ അടുത്ത വർഷത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ സ്കൂൾ ബസിന് നേരെ അജ്ഞാതരുടെ ആക്രമണം. വിഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളെ കയറ്റിപ്പോവുകയായിരുന്ന വാഹനമാണ് സൊനാബിയിൽ ആക്രമിക്കപ്പെട്ടത്. വാഹനത്തിന് തീവയ്ക്കാനായിരുന്നു ആക്രമികളുടെ ശ്രമം. ഇത്തരം ആക്രമണങ്ങൾ ശക്തിയായി ചെറുക്കപ്പെടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അധികൃതർ പറഞ്ഞു. സന്ദർശക വിസയിലെത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിന് പാർലമെന്റ് ആരോഗ്യ സമിതിയുടെ അംഗീകാരം. ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം സ്വകാര്യവൽക്കരിക്കുന്നതോടെ വിദേശികൾ അടയ്ക്കേണ്ട വാർഷിക ഇൻഷുറൻസ് തുകയിൽ വർധനയ്ക്കുള്ള സാധ്യത നിലനിൽക്കെയാണ് സന്ദർശക വിസയിലെത്തുന്നവർക്ക് കൂടി ഇൻഷുറൻസ് ബാധ്യതയാകുന്നത്. സന്ദർശക വിസയിലെത്തുന്നവർ കുവൈത്തിലെ ആരോഗ്യ സേവനങ്ങൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നതിനാൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നായിരുന്നു നേരത്തെ നിർദ്ദേശം മുന്നോട്ട് വെച്ച ഖലീൽ അൽ സ്വാലിഹ് MP അഭിപ്രായപ്പെട്ടത്. നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ ആരോഗ്യ സാമൂഹിക തൊഴിൽകാര്യ സമിതി അംഗീകാരം നൽകിയതായി ചെയർമാൻ സയദൂൻ അൽ ഹമ്മാദ് അൽ ഉതൈബി അറിയിച്ചു. നിർദ്ദേശം പാർലമെന്റിന്റെ പരിഗണനയ്ക്കായി ഉടൻ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് തൊഴിലെടുക്കുന്ന വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം സ്വകാര്യവൽക്കരിക്കാൻ അടുത്തിടെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ഷെയർ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇൻഷുറൻസ് സ്വകാര്യവൽക്കരിക്കുന്നത് വാർഷിക പ്രീമിയം വർദ്ധിക്കാൻ കാരണമാകുമെന്ന ആശങ്ക പ്രവാസികൾക്കിടയിൽ നിലനിൽക്കെയാണ് സന്ദർശകർക്കും ഇൻഷുറൻസ് നിയമമാക്കാൻ അധികൃതർ ഒരുങ്ങുന്നത്. രാജ്യത്തേക്ക് സന്ദർശനത്തിനായി വരുന്നവർക്ക് വൈദ്യപരിശോധന നിർബന്ധമാക്കാനും സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തിരുന്നു. അടുത്തിടെ രാജ്യത്തെത്തിയവരിൽ 2000-ഓളം പേർക്ക് എയ്ഡ്സ് ഉൾപ്പെടെയുള്ള മാരകരോഗങ്ങൾ കണ്ടെത്തിയതായ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഇത്. വിദേശികളുടെ ചികിത്സാ ചെലവിൽ 15% വർധന വേണമെന്നതടക്കമുള്ള ശുപാർശകളും സർക്കാരിന്റെ അന്തിമാനുമതി കാത്തുകിടക്കുകയാണ്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. മർക്കസ് ഹ്യൂമാനിറ്റേറിയൻ യൂത്ത് അവാർഡ് അബുദാബിയിലെ VPS ഹെൽത്ത് കെയറിന്റെ ഡോക്ടർ ഷംഷീറിന് സമ്മാനിച്ചു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവാർഡ് വിതരണം ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കർണാടക യാത്രയുടെ മംഗലാപുരത്ത് നടന്ന സമാപന സമ്മേളനത്തിലായിരുന്നു അവാർഡ് വിതരണം. പുനരുപയോഗ ഊർജ്ജ ഉൽപാദന രംഗത്ത് വൻ കുതിച്ചുനാട്ടം നടത്താൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. അബുദാബിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര പുനരുപയോഗ ഊർജ്ജ ഏജൻസി കൗൺസിൽ യോഗത്തിലാണ് ഇന്ത്യ പദ്ധതി വിശദാംശങ്ങൾ വിശദീകരിച്ചത്. പുനരുപയോഗ ഊർജ്ജ ഉൽപാദന രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കാറ്റ്, സൗരോർജ്ജം തുടങ്ങി മലിനീകരണമില്ലാത്ത പുനരുപയോഗ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം 5 വർഷത്തിനുള്ളിൽ 200% വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വൻ നിക്ഷേപം ആവശ്യമുള്ള പദ്ധതി വിശദാംശങ്ങൾ അബുദാബിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര പുനരുപയോഗ ഊർജ്ജ ഏജൻസി കൗൺസിൽ യോഗത്തിൽ ഇന്ത്യ അവതരിപ്പിക്കുന്നുണ്ട്. 2 ദിവസമായി നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ പുതിയതും പുനരുപയോഗമുള്ളതുമായ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി ഉപേന്ദ്ര ത്രിപാഠി, ഏജൻസിയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയും UAE അംബാസഡറുമായ TP സീതാറാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. നിലവിൽ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഇന്ത്യ 30,000 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് TP സീതാറാം പറഞ്ഞു. ഇത് 5 വർഷത്തിനുള്ളിൽ 1,00,000 മെഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. $10,000 നിക്ഷേപം ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ആവശ്യമാണ്. ഓരോ വർഷവും $2,000 കോടി വീതം നിക്ഷേപിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിക്ഷേപം ആകർഷിക്കുകയും ഇന്ത്യയിലെ സാധ്യതകൾ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തിലാണ് പ്രതിനിധി സംഘം കൗൺസിലിൽ പങ്കെടുക്കുന്നത്. പുനരുപയോഗ ഊർജ്ജ മേഖലയിലേക്ക് നിക്ഷേപം ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫെബ്രുവരിയിൽ ന്യൂഡൽഹിയിൽ പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ സംഗമവും നടത്തുന്നുണ്ട്. മീഡിയ 1 അബുദാബി. ഇന്ത്യൻ സിമന്റ്സ് കമ്പനി ഒമാനിലെ ജിപ്സം ഖനന സ്ഥാപനത്തിന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കി. ആദിത്യ ബിർള ഗ്രൂപ്പിന് കീഴിലെ അൾട്രാടെക് സിമന്റാണ് ഒമാനിലെ അവാം മിനറൽസിന്റെ 51% ഓഹരികളും വാങ്ങിക്കൂട്ടിയത്. ഒമാനിൽ ജിപ്സം ഖനനത്തിന് അനുമതിയുള്ള പ്രമുഖ കമ്പനിയാണ് അവാം മിനറൽസ് LLC. കമ്പനിയുടെ 51% ഓഹരികളും ഇന്ത്യയിലെ അൾട്രാടെക് സിമന്റ് ലിമിറ്റഡ് സ്വന്തമാക്കിയതോടെ ലോകത്തെ 2ാമത്തെ ഏറ്റവും വലിയ സിമന്റ് ഉൽപ്പാദന രാജ്യമായ ഇന്ത്യയിലേക്ക് ഒമാനി ജിപ്സത്തിന്റെ കയറ്റുമതിക്ക് കൂടുതൽ സാധ്യത തെളിയുകയാണെന്നാണ് വിലയിരുത്തൽ. ഒമാനിലെ ലോഫാർ ഗവർണറേറ്റിലെ തുംറൈറ്റിൽ നിന്നാണ് വൻതോതിൽ ജിപ്സം ഖനനം ചെയ്യാൻ അവാം മിനറൽസിന് ലൈസൻസ് ഉള്ളത്. സിമന്റ് നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തുക്കളിൽ 5% മാത്രം ആവശ്യം വരുന്ന ഘടകമാണ് ജിപ്സം.
എന്നാൽ സിമന്റ് കട്ടയാകുന്നതിന്റെ തോത് നിയന്ത്രിക്കുന്നത് ജിപ്സം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ സിമന്റിന്റെ ഗുണമേന്മ ഉറപ്പിക്കുന്നതിന് ജിപ്സം കൂടിയേ തീരൂ. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള അൾട്രാടെക് സിമന്റ് ലിമിറ്റഡ് ഗൾഫിലെ സബ്സിഡറി കമ്പനിയായ അൾട്രാടെക് സിമന്റ് മിഡിൽ ഈസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി വഴിയാണ് ഓഹരികൾ സ്വന്തമാക്കിയത്. ബഹ്റൈനിലും അൾട്രാടെക്കിന് ഗ്രൈൻഡിംഗ് പ്ലാന്റ് ഉണ്ട്. ഗൾഫിലെ സിമന്റ് നിർമ്മാണ മേഖലയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഇന്ത്യൻ കമ്പനി. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഇന്തോനേഷ്യയിലെ യുവ ഫാഷൻ ഡിസൈനർമാർ ഒരുക്കിയ ജക്കാർത്ത ഫാഷൻ വീക്ക് 2015 ശ്രദ്ധേയമായി. ഇസ്ലാമിക ഫാഷൻ രംഗത്ത് വലിയ മുന്നേറ്റം ലക്ഷ്യം വെച്ചാണ് ഇവരുടെ സംരംഭം. ഫാഷൻ രംഗത്ത് ഇതിനോടകം ശ്രദ്ധ പിടിച്ചുപറ്റിയ ഡിയാൻ പലാഞ്ചി എന്ന യുവ ഡിസൈനറും ഫാഷൻ വീക്കിൽ പങ്കെടുത്തു. ലണ്ടൻ, വാഷിംഗ്ടൺ, USA എന്നിവിടങ്ങളിൽ നിരവധി പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ഡിയാൻ എന്ന 23-കാരി. ഇസ്ലാം മതവും ഇന്തോനേഷ്യൻ രീതികളും പ്രോത്സാഹിപ്പിക്കുന്ന ഡിയാൻ UAE-യിലേക്കും തന്റെ ഫാഷൻ പരീക്ഷണങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. promosikan kain-kain Indonesia, makanya aku selalu meletakkan kain-kain Indonesia dalam setiap rancangan aku, dan yang kedua juga adalah siara Islam gitu. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംകളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇസ്ലാമിക് ഫാഷൻ രംഗത്ത് വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ട് $100 മില്യൺ ഫാഷൻ വ്യവസായത്തിൽ രാജ്യം മുതൽ മുടക്കുന്നത്. ഇന്തോനേഷ്യയുടെ GDP-യുടെ 28% ഫാഷൻ വ്യവസായമാണ് സംഭാവന ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഇത്തരം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിദോദോയുടെ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഏറെ സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഒരിടവേള കൂടി. ഷാർജ പുസ്തകോത്സവത്തിന് നാളെ കൊടിയേറും. 11 ദിവസം നീളുന്ന മേളയിൽ 51 രാജ്യങ്ങളിൽ നിന്നായി 1256 പ്രസാധകരാണ് എത്തുന്നത്. 33ാമത് ഷാർജ രാജ്യാന്തര പുസ്തകമേളക്കാണ് നാളെ തുടക്കമാവുന്നത്. പുസ്തകമേളയുടെ ഉദ്ഘാടനം UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി നിർവഹിക്കും. ഇന്ത്യൻ പവലിയൻ ഉച്ചയ്ക്ക് 12-ന് UAE-യിലെ ഇന്ത്യൻ അംബാസഡർ TP സീതാറാം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പ്രസാധകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 55-ൽ നിന്ന് 100-ആയി ഇത്തവണ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 30ഓളം എഴുത്തുകാർ വിവിധ പരിപാടികളിലായി പങ്കെടുക്കും. പുസ്തകങ്ങളുടെ എണ്ണത്തിൽ ഇത്തവണ 140% വർധന. ഇതെല്ലാം കണക്കിലെടുത്ത് വൻ ജനപങ്കാളിത്തം ഇത്തവണ മേളയിലുണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. 59 രാജ്യങ്ങളിൽ നിന്ന് 1256 പ്രസാധകരാണ് ഇത്തവണ മേളക്കെത്തുക. ലോകപ്രശസ്ത നോവലിസ്റ്റും ഡാവിഞ്ചി കോഡ് രചയിതാവുമായ ഡാൻ ബ്രൗൺ ആണ് ഇക്കൊല്ലത്തെ പ്രധാന ആകർഷണം. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ചേതൻ ഭഗത്തിന്റെ ഹാഫ് ഗേൾ ഫ്രണ്ട് അന്താരാഷ്ട്ര പ്രകാശനവും വായനക്കാരുമായുള്ള സംവാദവും നടക്കും. ഷാർജ അൽത്താവോനിലെ എക്സ്പോ സെന്ററിൽ രാവിലെ 10 മുതൽ രാത്രി 11 വരെയാണ് മേള നടക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 11 വരെയും നടക്കും. പുസ്തകങ്ങൾക്ക് 20 മുതൽ 30% വരെ വിലക്കുറവുണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1, ഷാർജ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം.
പതാക ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. പൂർവ്വപിതാക്കളുടെ പാത പിന്തുടരാൻ പതാക ദിനത്തിൽ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണമെന്നും അദ്ദേഹം ഉണർത്തി. സായിദ് മിലിറ്ററി സിറ്റിയിൽ പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന് ജീവിതം സമർപ്പിച്ച ഷെയ്ഖ് സായിദും ഷെയ്ഖ് റാഷിദും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിയ പതാകയാണിത്. ഇന്നിപ്പോൾ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ UAE ഇടം പിടിച്ചു കഴിഞ്ഞു. ലോകരാജ്യങ്ങളുടെ പേരിനൊപ്പം UAEയുടെ പതാക തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ്. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം സ്വന്തമാക്കിയതെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. സൈനിക സേവനത്തിനായി ചേർന്ന ചെറുപ്പക്കാരെ അദ്ദേഹം പ്രശംസിച്ചു. മീഡിയ 1 അബുദാബി. ഖത്തറിലെ റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിക്കുന്ന 11ാമത് നാഷണൽ സാഹിത്യോത്സവ് നവംബർ 7-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉംസലാൽ അലിയിലെ ബുർസാൻ യൂത്ത് സെന്ററിലാണ് പരിപാടി നടക്കുക. 4 സോണുകളിൽ നിന്നായി 300ഓളം പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും. 38 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. ബഹ്റൈനിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലിറ്റിൽ ഇന്ത്യ എന്ന പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ബഹ്റൈൻ സാംസ്കാരിക മന്ത്രി ഷെയ്ഖ് മായി ബിൻത് മുഹമ്മദ് അൽ ഖലീഫ ഇന്ത്യൻ വ്യാപാരികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഏഷ്യൻ ടൂറിസം തലസ്ഥാനം 2014 ബഹ്റൈനെ തിരഞ്ഞെടുത്തതിനോടനുബന്ധിച്ചാണ് രാജ്യത്തെ ഇന്ത്യൻ വ്യവസായികളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഈ വർഷം ആദ്യം നടന്ന ഹമദ് രാജാവിന്റെ ഇന്ത്യ സന്ദർശനത്തിലൂടെ സാധ്യമായതായി മന്ത്രി വ്യക്തമാക്കി. അബുദാബിയിൽ കെട്ടിടം വൃത്തിയാക്കുന്നതിനിടെ കുടുങ്ങിയ ഏഷ്യക്കാരന് തുണയായി ചെറു ആളില്ലാ വിമാനം. കെട്ടിടത്തിന്റെ പുറത്തെ ജനൽ വൃത്തിയാക്കുന്നതിനിടെ ക്രെയിന് സാങ്കേതിക തകരാർ സംഭവിച്ചതിനെ തുടർന്നാണ് 10ാം നിലയിൽ കുടുങ്ങിയയാൾക്ക് അബുദാബി സെക്യൂരിറ്റി ചെറു ആളില്ലാ വിമാനം തുണയായത്. ആളില്ലാ വിമാനത്തിന്റെ സഹായത്തോടെ ക്രെയിന് സംഭവിച്ച തകരാർ മനസ്സിലാക്കാനും മുകളിൽ കുടുങ്ങിയ ഏഷ്യക്കാരന് ധൈര്യം പകരാനും സാധിച്ചതാണ് രക്ഷാപ്രവർത്തനം എളുപ്പമാക്കിയത്. ഒമാനിലെ സൊഹാറിൽ മലയാളി സംഘം ഒരുക്കിയ കേരളോത്സവത്തിന് തിരശ്ശീല വീണു. 2 ദിവസം നീണ്ട ഉത്സവം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് സൊഹാറിലേക്ക് ഒഴുകിയെത്തിയത്. സൊഹാറിലെ മലയാളി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മേളയാണ് സൊഹാർ കേരളോത്സവം. 2 ദിവസം നീണ്ട സാംസ്കാരിക മേള സൊഹാർ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഡോക്ടർ സാലിം മുബാറക് അൽ ബലൂഷി ഉദ്ഘാടനം ചെയ്തു. സൊഹാർ സ്പോർട്സ് ക്ലബ്ബിൽ ശിങ്കാരി മേളത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത്. ഉദ്ഘാടന ചടങ്ങിൽ NRI ഹെൽത്ത് കെയർ അവാർഡ് ജേതാവ് മനോജ് കുമാറിനെ സൊഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ടണ്ടൻ ആദരിച്ചു. സൊഹാറിലെ പ്രവാസി കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ മേളയുടെ മാറ്റുകൂട്ടി. സൊഹാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ സഞ്ജിത വർമ്മ, സൊഹാർ ചർച്ച് വികാരി ഫാദർ സാം വർഗീസ്, KMCC ജനറൽ സെക്രട്ടറി CH മഹ്മൂദ്, അൽ ജസീറ ബാവ ഹാജി തുടങ്ങിയവരും സംബന്ധിച്ചു. മീഡിയ 1 സൊഹാർ. ഹുസൈനിയ ആഘോഷങ്ങൾ പരസ്പര സ്നേഹവും സാഹോദര്യവും നട്ടുവളർത്തുന്നതാകണമെന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ. ഹുസൈനിയ ആചരണവും റാലികളും പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നട്ടുവളർത്തുന്നതും സാഹോദര്യം ശക്തിപ്പെടുത്താൻ ഉതകുന്നതും ആയിരിക്കണമെന്ന് രാജാവ് പറഞ്ഞു. തന്നെ സന്ദർശിക്കാനെത്തിയ ഹുസൈനിയ ഘോഷയാത്ര ജനറൽ അതോറിറ്റി ഓണററി പ്രസിഡന്റ് ഹുസൈൻ സയ്യിദ് കാദിം അൽ അലവിയെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSD മദീന സോണിന് കീഴിൽ സാഹിത്യോത്സവ് 2014 സംഘടിപ്പിച്ചു. മദീനയിൽ നിന്ന് ഹജ്ജ് സേവനം ചെയ്ത 25ഓളം RSC വോളണ്ടിയർമാരെ പരിപാടിയിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. റഫീഖ് സഹദി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങളിൽ യാംബു യൂണിറ്റ് 1ാം സ്ഥാനവും ഹിജ്റ യൂണിറ്റ് 2ാം സ്ഥാനവും ഹര ഷർക്കിയ യൂണിറ്റ് 3ാം സ്ഥാനവും നേടി. കലാപ്രതിഭയായി അറാഫത്ത് കൊല്ലം തിരഞ്ഞെടുക്കപ്പെട്ടു. പരിപാടിയിൽ വിവിധ മത സാമൂഹ്യ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് മിഡിൽ തുടരുന്നു. ഖത്തറിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ നടത്തുന്ന റെസ്റ്റോറന്റ് അടക്കം നിരവധി കടകൾ കത്തിനശിച്ചു. വൈകുന്നേരം 6 മണിയോടെയുണ്ടായ അഗ്നിബാധ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ആളപായമില്ല എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. മുജീബ് റഹ്മാൻ ചേരുന്നു സംഭവസ്ഥലത്ത് നിന്ന്. മുജീബ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? മുഹാജിർ, ഇൻഡസ്ട്രിയൽ ഏരിയയിലെ സ്ട്രീറ്റ് നമ്പർ 23-ലെ നിരവധി സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. എന്നാൽ അഗ്നിബാധയുടെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഈ പ്രദേശത്തുണ്ടായിരുന്ന അൽറവാദി ഗ്രൂപ്പിന്റെ പ്രമുഖമായ റെസ്റ്റോറന്റും തൊട്ടടുത്ത് തന്നെ സൽവ ഗാർഡൻ എന്ന പേരിൽ മലയാളികൾ നടത്തുന്ന മറ്റൊരു റെസ്റ്റോറന്റും പൂർണ്ണമായും കത്തി